നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. റബ്ബർ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് KN ബാലഗോപാൽ MP. കേരള കർഷക സംഘം പുനലൂരിൽ സംഘടിപ്പിച്ച റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ വില തകർന്നപ്പോൾ റബ്ബർ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സ്ഥാപനമാണ് സഹകരണ മേഖലയിൽ അന്നത്തെ നയനാർ ഗവൺമെന്റ് റബ്ബർ എടുക്കുകയും ചെയ്തു. അപ്പൊ സഹകരണ മേഖലയും അല്ലാതെ മേഖലയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് റബ്ബറിന്റെ വില പിടിച്ചു നിർത്താനും കൂടുതൽ പണം അവിടേക്ക് പമ്പ് ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് കുറെ പണം കൊടുക്കാമല്ലോ. കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഉപയോഗം ഉണ്ടാക്കണം. റബ്ബറിന്റെ അടിസ്ഥാന വില 180 ആക്കണം. കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. റബ്ബർ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം വിപുലപ്പെടുത്തി സംസ്ഥാന സർക്കാർ കർഷകരെ താങ്ങി നിർത്തണം. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചാൽ തന്നെ ഒറ്റയടിക്ക് 30 രൂപയോളം ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിക്കും. ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാകും. അതിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഈ നയം തിരുത്തിച്ച് റബ്ബർ കൃഷിക്കാരെ നിലനിർത്താൻ, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന റബ്ബർ കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്ന കൃഷിക്കാരുടെ നാടായി നമ്മുടെ സ്ഥലം മാറും. അത് വലിയ രൂപ ലോൺ എടുത്തിട്ടൊക്കെ കൃഷി ചെയ്ത ആളുകളൊക്കെ ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ഇറക്കുമതിയെങ്കിലും അടിയന്തരമായി ഇറക്കുമതി നിരോധിക്കാൻ തീരുമാനിച്ചാൽ തന്നെ റബ്ബറിന്റെ വില ഒരു 10-30 രൂപ ഒറ്റയടിക്ക് കൂടും. യാതൊരു സംശയമില്ല. അത്ര ധിക്കാരമാണ്. റബ്ബർ ബോർഡിന്റെ യോഗത്തിൽ ഈ റബ്ബർ കൃഷിക്കാരുടെ ആത്മാ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്ന അവരുടെ ഒരു ധിക്കാരമുണ്ട്. റബ്ബർ പ്രൊഡ്യൂസേഴ്സ്, റബ്ബർ വലിയ ടയർ കമ്പനിക്കാരുടെ ആ ധിക്കാരം മാറ്റുന്ന തരത്തിലേക്ക് ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റബ്ബർ വില ഇടിവ് തടയുക, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച് കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം പുനലൂർ, അഞ്ചൽ, പത്തനാപുരം ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പുനലൂർ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ധർണയുടെ ഉദ്ഘാടന ചടങ്ങിൽ VS സതീഷ് അധ്യക്ഷനായി. ജോർജ് മാത്യു, ബിജു കെ മാത്യു, KJ അലോഷ്യസ്, അഡ്വക്കേറ്റ് സുരേന്ദ്രൻ നായർ, R ഗുരുദാസ്, M ഡാനിയൽ, C ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചലച്ചിത്ര നടൻ ജനാർദ്ദനന്റെ സഹോദരിയും അധ്യാപികയും ഇംഗ്ലീഷ് സാഹിത്യകാരിയുമായിരുന്ന സുഭദ്രാമ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസിയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ NSS കോളേജുകളിൽ അധ്യാപികയും കരമന NSS കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന റിട്ടയർഡ് പ്രൊഫസർ സുഭദ്രാമ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ചലച്ചിത്ര നടൻ ജനാർദ്ദനന്റെ സഹോദരിയാണ്. ദീർഘനാളായി പത്തനാപുരം ഗാന്ധി ഭവനിൽ അന്തേവാസിയായിരുന്നു. സാഹിത്യകാരൻ K ഗോപാലപിള്ളയുടെയും ഗൌരിയമ്മയുടെയും മകളായിരുന്നു. ചട്ടമ്പിസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ആദ്യമായി ഗ്രന്ഥമെഴുതിയത് സുഭദ്രാമയുടെ പിതാവായിരുന്ന K ഗോപാലപിള്ളയാണ്. പരേതനായ KG മേനോനാണ് ഭർത്താവ്. ആൾ ഇന്ത്യ റേഡിയോയിലെ ആർട്ടിസ്റ്റും ചലച്ചിത്ര നടനുമായിരുന്ന ഭർത്താവ് KG മേനോന്റെ നിര്യാണത്തെ തുടർന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇവർ. കുട്ടികളില്ല. അവശനിലയിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സുഭദ്രാമയെ ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. ഗാന്ധിഭവനിലെ ശുശ്രൂഷയും പരിചരണവും ഇവിടുത്തെ അന്തേവാസികളിൽ നിന്ന് ലഭിച്ച സ്നേഹസാന്ത്വനവുമെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് ടീച്ചറെ ആരോഗ്യവതിയാക്കി. തികഞ്ഞ കൃഷ്ണഭക്തയായ സുഭദ്രാമയുടെ അന്ത്യം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലായിരുന്നു. ടീച്ചറുടെ വിയോഗ വാർത്തയറിഞ്ഞ് ചലച്ചിത്ര താരം ജനാർദ്ദനൻ അടക്കമുള്ള ബന്ധുമിത്രാദികളും വിവിധ കോളേജുകളിൽ നിന്ന് വിരമിച്ച അധ്യാപകരും ഒട്ടനവധി ശിഷ്യഗണങ്ങളും സാമൂഹിക, രാഷ്ട്രീയ, കലാ സാംസ്കാരിക രംഗത്തുള്ളവരും ഗാന്ധിഭവനിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. ഗാന്ധിഭവൻ അങ്കണത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, പത്തനംതിട്ട മുൻ ADM സലീം രാജ്, പിറവന്തൂർ രാജൻ, വിജയനമ്പാടി, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, അഡ്വക്കേറ്റ് സോമരാജൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിശ്വകർമ്മ സൊസൈറ്റി കല്ലുവെട്ടാംകുഴി ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് G ശശിധരൻ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ചിതറ ശ്രീകൃഷ്ണൻ കോവിലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ചിതറ ലക്ഷം വീട് വഴി കല്ലുവെട്ടാംകുഴിയിൽ എത്തിച്ചേർന്നു. കല്ലുവെട്ടാംകുഴി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വർണ്ണശബളമായ ആഘോഷയാത്രയാണ് ഈ വഴിപ്പാറയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏവരെയും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനത്തിൽ കല്ലുവെട്ടാംകുഴിയിലേക്ക് സദസ്സം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടന്ന യോഗം ജില്ലാ സെക്രട്ടറി M മാണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഏതാണ്ട് 45ഓളം ശാഖകളിലാണ് ഇന്ന്. ചില ശാഖകളിൽ ആഘോഷിക്കുന്നില്ല. അവര് ഋഷിപഞ്ചമിക്ക് പായസമൊക്കെ വെച്ചതുകൊണ്ട് ഏതാണ്ട് 45-50ഓളം ശാഖകളിൽ ഇന്ന് വിവിധ രീതിയിലുള്ള ആഘോഷങ്ങൾ ശാഖയിൽ പാരായണം നടക്കുന്നുണ്ട്, പായസ വിതരണം നടക്കുന്നുണ്ട്.
പൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നടക്കുന്നുണ്ട്. ശാഖാ പ്രസിഡന്റ് ജി ശശിധരൻ അധ്യക്ഷനായി. സെക്രട്ടറി പി രംഗനാഥൻ സ്വാഗതം പറഞ്ഞു. വി അനിൽകുമാർ, രാജീവ്, അജേഷ്, സോമനാചാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കടക്കൽ പെരിങ്ങാട് സർക്കാർ വെൽഫെയർ LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ സുവർണകാല സ്മരണകൾ പുതുക്കി നാടിന്റെ നാനാഭാഗത്തു നിന്നായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് സുധ അധ്യക്ഷയായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ രാജീവ് നായർ സ്വാഗതം പറഞ്ഞു. സംഗമത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം ചെന്ന പൂർവ്വ വിദ്യാർത്ഥിയായ സഫിയ ബീവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വെൽഫെയർ അസോസിയേഷൻ ചെയർമാൻ അമീൻ കണ്ണി റാവുത്തർ, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അരുണാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം സി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഇടമൺ സത്രം ജംഗ്ഷൻ കേന്ദ്രമാക്കി പുതുതായി കാർഷിക സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങി. മുൻ MLA പുനലൂർ മധു സംഘം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ ബാങ്ക് ഇടമൺ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ, കാർഷിക പ്രവർത്തനങ്ങളുടെയും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു ശക്തി കേന്ദ്രമായി വരാനും ഭാവിയിൽ ഇത് വളർന്ന് വലിയ ഈ തെന്മല പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു ആശാകേന്ദ്രമായി ബാങ്ക് മാറത്തക്ക നിലയിൽ. തെന്മല പഞ്ചായത്തിൽ സഹകരണ സംഘങ്ങൾ പലത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്ന സംഘമായിരിക്കും ഇതെന്ന് പുനലൂർ മധു പറഞ്ഞു. ഇതിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതോടെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റു ബാങ്കുകളിൽ ഇപ്പോൾ സാധാരണ പണയം വെച്ചാൽ പോലും മറ്റു ബാങ്കുകളിൽ 9, 10, 11, 12% കാർഷിക ബാങ്കുകളിൽ 7% എടുക്കും, പക്ഷേ 3-4% തിരിച്ചു കൊടുക്കും. അപ്പോൾ ഫലത്തിൽ 3% കാർഷിക ബാങ്കുകൾ എടുക്കുന്ന ലോണുകൾക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭാവി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി വരുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഗുണഫലം കിട്ടത്തക്ക നിലയിലുള്ള വളരെ പ്രസക്തമേറിയ ഒരു ബാങ്കാണ്. ഞാൻ നേരത്തെ വന്നിരുന്നപ്പോഴും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോഴും നമുക്കറിയാം. കാരണം ഒരു മേഖലയിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൂടുതൽ അനുവദിക്കാത്തത് കൊണ്ടാണ് എല്ലാ മേഖലയിലും ഒരുപാട് ഇത് നടപ്പിലാക്കാൻ കഴിയാത്തത്. ഈ പ്രവർത്തനം ഈ മേഖലയിലെ സർവ്വവിധ പ്രവർത്തനങ്ങളുടെയും വിജയമാകും. ഈ മേഖല ഒരു കാരണവശാലും തടയപ്പെടുന്ന മേഖലയല്ല. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. സഹകാരികൾക്ക് കാർഷിക വായ്പ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും സംഘത്തിലൂടെ ലഭ്യമാക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT ഷാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം റീന സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഉറുകുന്ന് നേതാജി ജംഗ്ഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രഭാത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മദ്യവിമുക്ത കേരളം, ലഹരി വിരുദ്ധ സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേതാജി നിവാസികളായ പ്രഭാത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കുട്ടികൾ നടത്തുന്ന 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് സംഘാടകർ ലഹരിവിരുദ്ധ യാത്ര സംഘടിപ്പിച്ചത്. സന്ദേശയാത്ര റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും ക്ലബിന്റെ രക്ഷാധികാരിയുമായ രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. യുവസമൂഹം ലഹരിക്കടിമപ്പെട്ടാൽ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ എക്കാലവും വർദ്ധിക്കാനുള്ള പ്രതിജ്ഞയെടുക്കലാണ് അവർ ആദ്യമായി ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ സന്ദേശങ്ങൾ ബാക്കിയുള്ളവരിൽ എത്തിക്കുന്നത്. കൊച്ചുകുട്ടികൾ അവർക്ക് സ്വന്തമായി ചിന്തിക്കുന്നതിനുള്ള കഴിവില്ലാത്ത കാലത്ത് തന്നെ മിഠായികളുടെ രൂപത്തിലും മറ്റും കുട്ടികളെ ആകർഷിക്കുന്ന കളറുകളുടെ രൂപത്തിലുമൊക്കെയായി ഇത്തരം മയക്കുമരുന്നുകളും മറ്റും സ്കൂളിന്റെ പരിസരത്ത് വിൽപ്പന നടത്തി അവരെ അതിന്റെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ട് അതിൽ നിന്ന് പൈസ കണ്ടെത്തി ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ നാട്ടിലുണ്ട്. അവരെയെല്ലാം നമ്മൾ വർജിക്കേണ്ടതാണ്. ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് NK രാജൻ അധ്യക്ഷനായി. നേതാജി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ഉറുകുന്ന ജംഗ്ഷനിൽ സമാപിച്ചു. ക്ലബ് ഭാരവാഹികളായ R രാജേഷ്, ജിത്ത് നിരപ്പിൽ, ദശപുത്രൻ, സോനുമോൻ, അജ്മൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ചിത്രയിൽ രഥഘോഷയാത്ര സംഘടിപ്പിച്ചു. കുട്ടികളടക്കം നിരവധി പേർ ശോഭായാത്രയിൽ പങ്കെടുത്തു. കല്ലുവെട്ടാങ്കുഴി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇരപ്പിൽ വടക്കുംകര ക്ഷേത്രത്തിലേക്കായിരുന്നു രഥഘോഷയാത്ര. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചെണ്ടമേളവും താലപ്പൊലിയും അണിനിരന്നു. ശ്രീകൃഷ്ണ വേഷം ധരിച്ച് നിരവധി ബാലന്മാർ ഘോഷയാത്രയിൽ അണിനിരന്നു. കല്ലുവെട്ടാങ്കുഴി, ഈരപ്പിൽ എന്നിവിടങ്ങളിൽ ഘോഷയാത്രയ്ക്ക് ഭക്തർ സ്വീകരണം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കൊട്ടാരക്കരയ്ക്ക് സമീപം സദാനന്ദപുരത്ത് MC റോഡിലെ പാലത്തിന്റെ കൈവരി തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അപകട ഭീഷണി വ്യക്തമായിട്ടും കൈവരി പുനഃസ്ഥാപിക്കാൻ KSTP അധികൃതർ തയ്യാറായിട്ടില്ല.
MC റോഡിൽ സദാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് KIP കനാലിന് മുകളിലൂടെയുള്ള പാലത്തിന്റെ കൈവരി തകർന്നിട്ട് മാസങ്ങളായി. കൊടുംവളവ് വൻ അപകട ഭീഷണി ഉയർത്തുന്ന ഈ ഭാഗത്ത് പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഭാഗത്ത് വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ കനാലിലേക്ക് പതിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡിന്റെ ടാർ ചെയ്ത ഭാഗത്തുനിന്ന് ഒരടി പോലും ദൂരം തകർന്ന കൈവരിയിലേക്കില്ല. ഇത് രാത്രികാല വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പതിനായിരക്കണക്കിന് വാഹനങ്ങൾ MC റോഡിലൂടെ നിത്യവും കടന്നുപോകുന്നു. റോഡിന്റെ വീതി കൂട്ടിയതോടെയാണ് ഈ ഭാഗത്ത് കൊടുംവളവ് രൂപപ്പെട്ടിരിക്കുന്നത്. വീതിയേറിയ റോഡിൽ വാഹനങ്ങൾ വേഗത കുറയ്ക്കുകയുമില്ല. ഈ സാഹചര്യം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തകർന്ന പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കാനോ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ KSTP അധികൃതർ ശ്രമിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കരയിലെ ഗതാഗതക്കുരു കഴിക്കാൻ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗവും പ്രഹസനമായി. യോഗത്തിലെ നിർദ്ദേശങ്ങളെല്ലാം ഓണക്കാലത്ത് കാറ്റിൽ പറന്നതായി കൊട്ടാരക്കര ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഓണത്തോടനുബന്ധിച്ചും അതിനുശേഷവും കൊട്ടാരക്കരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് സമിതിയും ട്രാഫിക് പോലീസും എക്സൈസും റെസിഡൻസ് അസോസിയേഷനും ഡ്രൈവേഴ്സ് യൂണിയനും KSTP അധികൃതരും മോട്ടോർ വാഹന വകുപ്പുമെല്ലാം ചേർന്നാണ് റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഗതാഗതക്കുരു കഴിക്കാൻ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത്. ഓണത്തിന് മുമ്പായിരുന്നു ഈ യോഗം. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ ആദ്യത്തെ അവലോകന യോഗമായിരുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ കൊട്ടാരക്കരയിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് അവലോകന യോഗങ്ങളിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്താഞ്ഞത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് ഈ യോഗം വിലയിരുത്തിയിരുന്നു. പഞ്ചായത്ത് ഹാളിൽ നിറഞ്ഞിരുന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ക്ലബ്ബുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊട്ടാരക്കരയിലെ ഗതാഗത സംവിധാനം പുനഃക്രമീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ SP നൽകിയിരുന്നു. MLA അടക്കമുള്ള പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കമ്മിറ്റി കൂടിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആരും തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നില്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. നോട്ട് ചെയ്ത 2-3 കാര്യങ്ങൾ പറയാം. കടകളെ എല്ലാം ഇറക്കി വെച്ചേക്കുക. വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. വല്ലാതെ ബ്ലോക്ക് ആവുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം കൂടെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഓണം കൂടെ വരുമ്പോൾ നമുക്കത് എത്രത്തോളം സുഖവുമാക്കി കഴിയുന്നിടത്തോളം പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി എടുക്കാമെന്നുള്ളതിനെ കുറിച്ചുകൂടെ ആലോചിക്കാനും പെട്ടെന്ന് അന്ന് തന്നെ അതെല്ലാം കൂടെ കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും കൂടി അത് രാവിലെ തന്നെ അപ്പം തന്നെ വിളിച്ചു. നമുക്കൊന്ന് അടിയന്തരമായിട്ട് ഇരിക്കണം. കഴിഞ്ഞ തവണ പോലീസും വന്നില്ല എന്നൊക്കെ ഇനി ഞാൻ കൂടെ വരാം, നമുക്കൂടെ വരാം. നമ്മുടെ എല്ലാ ഓഫീസേഴ്സും ഉണ്ടാവും. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. അത് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. കൊട്ടാരക്കര കോട്ടയം റൂട്ടിൽ MC റോഡിന് ഇരുവശവും മണ്ണ് നികത്തി വീതി കൂട്ടുക, റോഡുകളിലേക്കും ഫുട്പാത്തുകളിലേക്കും ഇറക്കി സ്ഥാപിച്ചിരിക്കുന്ന കടകൾ നീക്കം ചെയ്യുക, ടൌണിനുള്ളിൽ റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, അനധികൃത പാർക്കിങ്ങിന് കർശന നടപടിയെടുക്കുക, റോഡിലെ ഓടകൾക്ക് മൂടി സ്ഥാപിക്കുക, മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക, പ്രത്യേക പാർക്കിംഗ് സൌകര്യം ഉണ്ടാക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളാണ് റൂറൽ SP S. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ പതിവ് പോലെ ഈ യോഗവും പ്രഹസനമായി. നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറന്നു. ഓണത്തിന് കൊട്ടാരക്കര പട്ടണം സൂചി കുത്താൻ ഇടമില്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു. വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസുകാരും ഉണ്ടായില്ല. വാഹനങ്ങൾ ഓടാൻ ഇടമില്ലാതെ തലങ്ങും വിലങ്ങും കുരുങ്ങിക്കിടന്നു. നേരത്തെ ഫുട്പാത്തിലിരുന്ന കടകൾ ഓണത്തിന് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. അതോടെ SP-യുടെ ആദ്യത്തെ അവലോകന യോഗം അക്ഷരാർത്ഥത്തിൽ പ്രഹസനമായി. വാഹനങ്ങൾ ഈ സൈഡിലെല്ലാം കൊണ്ടിട്ട് ലോഡ് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടികൾ അങ്ങ് മാർക്ക് ചെയ്യുന്നുണ്ട്. വരുന്ന വണ്ടികൾ 2 പോലീസുകാർ ഇവിടെ നിന്ന് ഇതാവുന്നുണ്ട്. അതായത് കുരുക്ക വാഹനങ്ങൾ നിർത്തുന്നുണ്ട്. അവിടെ നിന്ന് പലചരക്കടയെടുത്തും പിന്നെ ഈ പലചരക്കടയുടെ മുമ്പിലൊക്കെ വാഹനങ്ങൾ കൊണ്ടു നിർത്തി ഇപ്പോഴും സാധനം ഇറക്കുന്നുണ്ട്. പോലീസുകാർ കുറവാണ്. 2 പോലീസുകാരെ ഇവിടെ കാണുന്നുള്ളൂ. ഇന്നലെയും മെനഞ്ഞാന്നും 2 പോലീസുകാരേ ഉള്ളൂ. മറ്റേ നേരത്തെ അവിടെ മുകളിലോട്ടൊക്കെ പോലീസുകാർ ഉണ്ടായിരുന്നു. അവരാരും ഇല്ല ഇപ്പം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.